ഞാനിപ്പോൾ അടുത്തൊരു ദിവസം നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ആ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയുടെ ആ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഡോക്ടറുടെ ഒരു വീഡിയോ ഇങ്ങനെ വരികയാണ്. ആ വീഡിയോയിൽ പറയുന്നൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ നിങ്ങൾ ചാടിപ്പിടിച്ച് ഈ ആളെ ഉടനെ ചുരുട്ടി മടക്കി ഇട്ട് ഒരിക്കലും നിങ്ങൾ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കരുത്, കാറിലേക്കൊക്കെ എടുത്ത് അങ്ങനെ കടത്തരുത്. അങ്ങനെ എന്തെങ്കിലും സീരിയസ് പ്രശ്നങ്ങളുള്ള രോഗികളാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആംബുലൻസിൽ യൂസ് ചെയ്ത് കയറ്റാവുള്ളൂ. അതിന് കാരണം എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. ഈ ആളുടെ ബോഡിയുടെ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, സ്പൈനൽ കോഡിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഈ വിവരം എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ആ സമയത്ത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യാം, പക്ഷെ അത് കാലാകാലത്തിന് സാധുവിന് ദോഷമായിരിക്കും വരിക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ സ്പോട്ടിൽ ആംബുലൻസ് പറന്നെത്തുന്ന കാലമാണ്, നമ്മൾ എന്ത് ചെയ്യുക? ഉടനെ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുക. അങ്ങനെ ആകുമ്പോൾ ഗുണം എന്താ? അതിൽ ഓക്സിജൻ ഉണ്ട്, അതിൽ വേണ്ട കാര്യങ്ങളുണ്ട്. മാത്രമല്ല, നമ്മളൊക്കെ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ ഈ ട്രോമാ കെയറിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്. അവരൊക്കെ നമ്മളോട് പറയാം, എന്ത് കേസുണ്ടെങ്കിലും വിളിച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ട്. ആ രോഗിക്ക് ആയുസ് പടച്ചമ്പരാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് രക്ഷിക്കും. കാരണം ഞങ്ങൾക്ക് അതിനുള്ള ചെറിയ ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്. നിങ്ങളെ കാറിലൊക്കെ ആൾക്കാരെ വേഗം വലിച്ചിട്ട് കൊണ്ടുപോകുമ്പോഴേക്കും ഒന്ന് നമ്മുടെ വത്തപ്പാട് കൊണ്ട് നമ്മളെവിടെയെങ്കിലും പോയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ പ്രാഥമിക ശുശ്രൂഷകളും നൽകാനുള്ള വിവരങ്ങളൊന്നും നമുക്കില്ല. ഈവൻ നമുക്ക് ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് പോലും നമുക്കൊന്നും അറിയില്ല. പക്ഷെ അവരിതെല്ലാം ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ആംബുലൻസ് സൗകര്യങ്ങൾ ഉപയോഗിക്കുക.